വയനാട് ദുരന്തഭൂമിയിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നതാണ്. നമുക്കൊക്കെ അറിയാം, അവിടെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് എന്ന പേരിൽ ഇഷ്ടംപോലെ ആളുകൾ എത്തുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ചില ആളുകളുണ്ട് കേട്ടോ, എണ്ണപ്പെട്ട ചില ആളുകൾ. അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. അവിടെയുള്ള ആളുകൾ നമുക്കറിയാം, എല്ലാവരും കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരന്മാർ, കൊച്ചുമക്കള്, പ്രായമുള്ള ആളുകൾ, എല്ലാവരും കുറെ ആളുകളൊക്കെ മണ്ണിന്റെ അടിയിലുണ്ട്. കുറെ ആളുകൾ ജീവനോടെ, കുറെ ജീവനല്ലാതെ ഇന്നും മണ്ണിന്റെ അടിയിൽ കുറെ ആളുകളുണ്ട്. അതിന്റെ തെരച്ചിലാണ്. സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുമ്പോൾ അതിന്റെ ഇടയിൽ ചില ആളുകളുടെ ഉദ്ദേശം മറ്റൊന്ന്. അവിടെ നഷ്ടപ്പെട്ട, അതായത് അവിടെ ഉണ്ടായ ആളുകളുടെ നഷ്ടപ്പെട്ട സമ്പാദ്യങ്ങള്, അവരുടെ മുതലുകള്, സ്വർണങ്ങള്, വിലപിടിപ്പുള്ള സാധനങ്ങള്, ഇതൊക്കെ തെരഞ്ഞെടുക്കുകയാണ് ചില ആളുകൾ. എങ്ങനെയാണ് മനസ്സ് വരുന്നത്? ലോകം മുഴുവനുള്ള ആളുകള് ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ട കൂടപ്പിറപ്പുകളെ ജീവനോടെ തിരിച്ചു കിട്ടണേ എന്നൊരു പ്രാർത്ഥനയിലാണ് അവിടെയുള്ള എല്ലാവരും. ഈ ലോകം മുഴുവനുള്ള എല്ലാ ജനങ്ങളും നേരിൽ കാണാതെ ഈ മീഡിയയിലൂടെ കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. മീഡിയയിലൂടെ ഈ അവിടെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ തന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത രംഗങ്ങളാണ്. പിന്നെ അവിടെ പോയിട്ട് നേരിട്ട് കാണുന്ന ആളുകളൊക്കെ, ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനാവുന്നില്ല. ശബ്ദം ഇടറിയിട്ട് സംസാരിക്കാനാവുന്നില്ല. ആ ദുരന്ത ഭൂമിയിൽ ചെന്നിട്ടാണ് ചില ആളുകള്, അവിടെ ഉണ്ടായ പാവം ആളുകൾ നഷ്ടപ്പെട്ടു പോയ സമ്പാദ്യങ്ങള് അത് തിരച്ചിൽ നടത്തിയിട്ട് കൊണ്ടുപോകുന്നത്. ഇവരൊക്കെ എന്താണ്? പക്ഷെ ഞാനൊരു കാര്യം പറയാട്ടോ, നിങ്ങൾ അവിടുന്ന് കൊണ്ടുപോയാല് അതുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവില്ല. മനസ്സ് തട്ടിപ്പറയാണ്. കാരണം അവരത്രയും വലിയ, അവരെന്താ പറയാ, ഒരു ആയുസ്സിലെ സമ്പാദ്യങ്ങളായിരിക്കും. ചില വീടുകളിൽ 10-16 ആളുകൾ ഉണ്ടായിട്ട് 1-2 ആളുകളാണ് ബാക്കി. എല്ലാവരെയും കവർന്നെടുത്ത് കൊണ്ടുപോയി. അത്രയും മാനസികമായ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന അവരുടെ മുതലുകളാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അവരൊക്കെ മനസ്സറിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ദൈവത്തിനോട് പറഞ്ഞാൽ മതി. അത്രയും വലിയ മാനസികാവസ്ഥയിലാണ്. ചെറുതായിട്ടൊന്ന് ദൈവത്തിനോട് പറഞ്ഞാല് ആ കൊണ്ടുപോകുന്ന മുതലില് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല കേട്ടോ. നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ജീവിതകാലം വരെ അനുഭവിക്കേണ്ടി വരും. മനസ്സ് തട്ടി പറയാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് എൻ്റെ ഏട്ടനാണ്. ഈ ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും അവിടെ നിന്ന് മാറി താമസിച്ചു. ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ഒന്നും ഇട്ടെടുത്തില്ല, വീട് ലോക്കാക്കി പോയതാണ്. ഇപ്പോൾ വീട് ബാക്ക് ഡോറ് പൊളിച്ചിട്ടുണ്ട്. മിഞ്ഞാന്ന് വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ റിസോർട്ടിൽ ഓടിയതാണ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ റിസോർട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കണേ. അപ്പോൾ നമ്മളാരും ഇപ്പോൾ വീടും കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പല ആളുകളും പുറത്തുള്ള ആളുകളാണ് ഇവിടെ ഓരോരോ വീട്ടിൽ കയറി നടക്കുന്നത്. എന്താ ഈ ദുരന്തമേറ്റു വാങ്ങിയ ആൾ എന്ന രീതിയിൽ ആൾക്കാർ എന്താ ഇതിനൊരു പ്രതിവിധി എന്താണ്? ഈ ദുരന്തം ഇത് നമുക്ക് ഇതിൻ്റെ വ്യാപ്തി അളക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ എന്താണ് ചെയ്യുക? കാരണം ഞങ്ങളെല്ലാതും സീറോ ആണ്. ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് നമ്മൾ ഈ മേഖല എന്ന് പറഞ്ഞത് ഒന്ന് ഡെവലപ്പായിട്ട് വരുന്ന പിന്നെ ടൂറിസം മേഖല ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു മേഖലയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളൊക്കെ സീറോ ആണ്. ഞങ്ങൾക്കൊക്കെ പെരകൾ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് കച്ചവടക്കാരാണ്, വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു. അതിനിടയിൽ പിന്നെ നമ്മൾ അത് മാത്രമല്ല, അന്ന് റെസ്ക്യൂ ഇവരെ പിന്നെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉള്ളത്. റിസോർട്ട് എന്നുള്ളത് ഇവരതായിരുന്നു. ഇവിടെ 100-200ഓളം ആളുകൾ അന്ന് ഇവർ സേഫ് ചെയ്തതുകൊണ്ട് നമുക്ക് അത്രയും ആളുകൾ ജീവൻ കിട്ടി. പക്ഷേ നമ്മളെല്ലാവരും ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയപ്പോൾ ഇവിടെ ആരോ വന്നിട്ടുണ്ട്, റിസോർട്ടുകളൊക്കെ തുറന്ന് അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത്, പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, ഇവരെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ആകെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്താ? അല്ല, ഇത് പുറത്തുള്ള ആളുകളാണ് ഇങ്ങോട്ട് കൂടുതലും വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഞങ്ങളെ നാട്ടുകാരും ഇങ്ങോട്ട് വിടുന്ന പോലുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഇന്നൊക്കെ വരാൻ കഴിയുന്നുണ്ട്. ഇത് മുതലാക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തല്ല, നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു 5% ആളുകൾ കള്ളന്മാരായിട്ടുള്ളവർ തന്നെ അവിടെ ഉണ്ട്. അവരുടെ ഉദ്ദേശം വേറെയാണ്, രക്ഷാപ്രവർത്തനം വേറെയൊന്നുമല്ല. ഇതുകൊണ്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകർ, ഞങ്ങളെ സഹായിക്കാൻ വന്ന ആളുകൾക്ക് പോലും മൈനസ് ആണ് ഇവരെ പോലത്തെ കള്ള നാണയങ്ങൾ. അവർക്ക് പിന്നെ രക്ഷാപ്രവർത്തനമല്ല മെയിൻ, അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. ഇതുപോലെ മനസ്ഥിതിയുള്ള ആളുകളൊക്കെ നമ്മൾ എന്താണ് വിളിക്കുക, എന്താണ് അവരോട് പറയേണ്ടത്? ഈ സമയത്തൊക്കെ, ഈ സന്ദർഭങ്ങളിലൊക്കെ എല്ലാവരും സ്വയം ഒന്ന് ആലോചിക്കേണ്ടല്ലേ? ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ്
നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങളല്ലേ അവിടെ ചെയ്തു കൊടുക്കേണ്ടത്. എന്താണ് പിന്നെ പറയാ, കഷ്ടം.